ഇനി അറിയേണ്ടത് അതാണ്, ആ സമവായം. ഇനി ഘടകകക്ഷികളുമായി കൂടിക്കാഴ്ച നടത്തുന്നു, മുതിർന്ന നേതാക്കളെ കണ്ടു, MLA-മാരെ കണ്ടു, അഭിപ്രായം തേടി. അതിലൊരു പക്ഷേ ആർക്ക് കൂടുതൽ മുൻതൂക്കം എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു അനുമാനം ഈ നിരീക്ഷകരുടെ മുന്നിലുണ്ടാകും. ഇനി ഖർഗെയുടെ കയ്യിലാണ്. ഖർഗെ ഈ സാധ്യതയുള്ള 3 പേരെയും വിളിച്ച് സംസാരിക്കുന്നു, ഒരു സമവായത്തിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്ന് നോക്കുന്നു. അവിടെയാണ് ഒരു പ്രശ്നം ഇനി ബാക്കിയാകുന്നത്. BDയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി അല്ലാത്ത, CM-ഷിപ്പ് അല്ലാത്ത മറ്റൊരു പോസ്റ്റിലേക്കും താൻ ഇല്ല എന്ന നിലപാട് ഇതിനകം എടുത്തു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുകയാണ്. KC ആണ് മുഖ്യമന്ത്രിയായി വരുന്നതെങ്കിൽ ക്യാബിനറ്റിലേക്ക് താനില്ല എന്ന് അദ്ദേഹം പറഞ്ഞതായുള്ള വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസവും പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ KCയെ തന്നെ കൊണ്ടുവരണമെന്ന് ഹൈക്കമാൻഡിന് നിർബന്ധമുണ്ടെങ്കിൽ ഈ BDയെയും ചെന്നിത്തലയെയും ഒക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരൊക്കെ സെറ്റിൽ ചെയ്യാൻ പാകത്തിലുള്ള എന്തെങ്കിലും ഫോർമുലയോ പാക്കേജോ രാഹുൽ ഗാന്ധിയുടെ കയ്യിലോ അല്ലെങ്കിൽ ഖർഗെയുടെ കയ്യിലോ ഹൈക്കമാൻഡിന്റെ മുന്നിലോ ഉണ്ടാകുമോ? അങ്ങനെ ഒരു പാക്കേജ് അവതരിപ്പിക്കാൻ സാധ്യതയുണ്ടോ? അതല്ല മറ്റെന്തെങ്കിലും നീക്കങ്ങൾക്കാണോ സാധ്യത? KC വേണുഗോപാലിനെ കൊണ്ടുവന്നാൽ, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് 2 ഉപതെരഞ്ഞെടുപ്പുകളാണ്. അതായത് ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പും മറ്റൊന്ന് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പും. ഈ 2 ഉപതെരഞ്ഞെടുപ്പുകളിൽ ഏതിലെങ്കിലും തിരിച്ചടി കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായാൽ അത് ഇപ്പോൾ ലഭിച്ച ഈ 102 എന്ന് പറയുന്ന വലിയ ഭൂരിപക്ഷത്തിന്റെ അല്ലെങ്കിൽ വൻ വിജയത്തിന്റെ ശോഭ കെടുത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത്തരമൊരു ആശങ്ക സ്വാഭാവികമായും കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ട് താനും. പക്ഷെ അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് KCക്ക് മുഖ്യമന്ത്രി പദം നൽകിയാൽ VD സതീശനെയും രമേശ് ചെന്നിത്തലയും എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യുമെന്നൊരു ചോദ്യം സ്വാഭാവികമായും ഉയരുന്നുണ്ട്. VD സതീശൻ ഒരുപക്ഷെ അങ്ങനെയാണെങ്കിൽ മന്ത്രിസഭയുടെ ഭാഗമാകാനുള്ള സാധ്യത പോലും ഇല്ല എന്ന തരത്തിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ മറ്റു ചില ആളുകൾ, അദ്ദേഹത്തുമായി അടുത്ത മറ്റു ചില ആളുകൾ പറയുന്നത് അത് തെറ്റാണ്. അത്തരം വാർത്തകളൊന്നും, അങ്ങനെ ഒരു നിലപാട് VD സതീശനെ എടുത്തിട്ടില്ല, അങ്ങനെ ആരെയും അറിയിച്ചിട്ടില്ല, അങ്ങനെ ഒരു കടുംപിടുത്തത്തിലേക്ക് പോയിട്ടില്ല എന്നും അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ എന്ത് നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുക എന്ന കാര്യത്തിൽ ഒരു ആശങ്ക സ്വാഭാവികമായും ഹൈക്കമാൻഡിനുമുണ്ട്. ഒപ്പം രമേശ് ചെന്നിത്തല ഏറ്റവും സീനിയറായ നേതാവാണ്, ഒരുപക്ഷെ KC വേണുഗോപാലിനേക്കാൾ സീനിയറായ നേതാവാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് സ്ഥാനം കൊടുക്കും എന്നൊരു ചോദ്യവുമുണ്ട്. അങ്ങനെ ഒരു ഫോർമുല രൂപീകരിച്ചെടുക്കുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി അഥവാ KC ഏറ്റവും അവസാനം പിന്മാറാൻ തീരുമാനിച്ചാൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം പിന്മാറാനാണെങ്കിൽ KC വേണുഗോപാൽ നേരത്തെ തന്നെ പിന്മാറേണ്ടതായിരുന്നു. അദ്ദേഹത്തിന് ഒരു വാക്ക് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അദ്ദേഹം ഈ മത്സര രംഗത്തുണ്ട് എന്ന് ഇന്നലെ തന്നെ അദ്ദേഹം ഉറപ്പിക്കുന്നുണ്ട്. കാരണം ഈ കേരളവുമായി ബന്ധപ്പെട്ട ACC നിരീക്ഷകരുടെ ചർച്ചകളിലൊന്നും അദ്ദേഹം പങ്കെടുത്തില്ല. ഇന്നിവിടെ നടന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തില്ല. ഇത്തരം കേരളവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലും അദ്ദേഹം ഇപ്പോൾ പരസ്യമായി നിലപാടെടുക്കുന്നില്ല. അതിനർത്ഥം അദ്ദേഹവും ഈ കളത്തിലുണ്ട് എന്ന് ഉറപ്പിച്ച് തന്നെയാണ് മൂവ്മെന്റ് എന്നാണ്. അതായത് അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ KCയും ഇതിൽ ഉറച്ചു നിന്നാൽ, KC എന്ന് പറയുന്നത് ഹൈക്കമാൻഡിന്റെ ഭാഗം തന്നെയാണ്. ഹൈക്കമാൻഡ് അതുകൊണ്ട് തന്നെ KCക്ക് അനുകൂലമായ നിലപാടെടുക്കാനുള്ള സാധ്യത പൂർണ്ണമായും നമുക്ക് തള്ളാനും കഴിയില്ല. പക്ഷെ അങ്ങനെയൊക്കെ വരുമ്പോഴും അതുണ്ടാക്കുന്ന ഒരു എഫക്റ്റ് ഉണ്ട്. അതായത് പ്രവർത്തകർക്കിടയിൽ അത് വലിയ വികാരം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് ഒരു വിഭാഗം നേതാക്കളും ഘടകകക്ഷി നേതാക്കളും ഈ നിരീക്ഷക സംഘത്തെ അറിയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അറിയിക്കാൻ വേണ്ടി പോകുന്നു എന്ന വിവരവും സൂചനയും കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എന്തായാലും ഹൈക്കമാൻഡ് എത്തുക. അങ്ങനെയാണെങ്കിൽ എന്തായാലും KC വേണുഗോപാൽ അല്ല മുഖ്യമന്ത്രിയെങ്കിൽ എന്തായാലും അദ്ദേഹം മന്ത്രിപദത്തിലേക്ക് വരാനുള്ള ഒരു സാധ്യതയില്ല. മാത്രമല്ല ഏതെങ്കിലും ഒരു ടേം വ്യവസ്ഥയിലാണ് KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അങ്ങനെ ഒരു ഫോർമുല മുന്നോട്ട് വെച്ചാലും അദ്ദേഹം വരാൻ സാധ്യതയില്ല. കാരണം MP സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഈ 2 കാര്യങ്ങൾക്കും അദ്ദേഹം നിൽക്കാനുള്ള ഒരു സാധ്യതയുമില്ല. പിന്നെ സ്വാഭാവികമായും കളത്തിലുണ്ടാവുക KC വേണുഗോപാൽ ഒഴിഞ്ഞാൽ കളത്തിലുണ്ടാവുക VD സതീശനും രമേശ് ചെന്നിത്തലയും മാത്രമാണ്. അവരെ ഏത് തരത്തിലാണ് അക്കോമഡേറ്റ് ചെയ്യുക എന്ന ചോദ്യവും ബാക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ അത്തരം ചർച്ചകൾ സ്വാഭാവികമായും ഒരുപാട് ചോദ്യങ്ങൾ കൂടി അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ കേരള കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്, പുരോഗമിക്കുന്നത്.